നമ്മുടെ നീതിന്യായ ചരിത്രത്തിലെ അസാധാരണവും എന്നാൽ നിയമവാഴ്ചയെ ഉയർത്തിപ്പിടിക്കുന്നവരെ ഞെട്ടിക്കുന്നതുമായ ഒരു വിധി, ഇടക്കാല ജാമ്യവിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുകയാണ്. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയും ഉൾപ്പെടുന്ന ബെഞ്ച് ദില്ലി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നു. കെജ്രിവാൾ 50 ദിവസത്തോളമായിട്ട് ജയിലിലാണ്. ജാമ്യം ആവശ്യപ്പെട്ട് കെജ്രിവാൾ ഒരിക്കൽ പോലും കോടതിയെ സമീപിച്ചിട്ടില്ല. കെജ്രിവാളിൻ്റെ കേസ് വളരെ വ്യത്യസ്തമായൊരു കേസാണ്. തൻ്റെ അറസ്റ്റ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച് ആ കേസിൽ വാദം തുടരുകയാണ്. കെജ്രിവാളിൻ്റെ കസ്റ്റഡി ഈ മാസം 20 വരെ റോസ് ഹൗസ് കോടതി നീട്ടിയിട്ടുമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് വളരെ പെട്ടെന്ന് നാടകീയമായി സുപ്രീം കോടതി ബെഞ്ച് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന നിലപാടിലേക്ക് വന്നു. ജാമ്യാപേക്ഷ ഇല്ലാതെ തന്നെ. ഇത് മുമ്പ് കേട്ടുകേൾവിക്കില്ല. ഇപ്പോൾ നോക്കൂ, ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറൻ ED കേസിൽ അറസ്റ്റ് ചെയ്തു. ജനുവരി 31 അറസ്റ്റിലായ ആളാണ്. അദ്ദേഹം ജയിലിലാണ്. ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവാണ്, മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. അരവിന്ദ് കെജ്രിവാളിനെ പോലെ തന്നെ ഒരു സംസ്ഥാനത്തെ ദില്ലിയേക്കാളും വലിയ കൂടുതൽ വിപുലമായ അധികാര അവകാശങ്ങളുള്ള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ് ജയിലിലായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നാട്ടിലും തെരഞ്ഞെടുപ്പാണ്. അദ്ദേഹത്തിനും തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തണം. ഇനിയിപ്പോൾ ഖലിസ്ഥാൻവാദിയായ ഒരു ഭീകരവാദി സ്ഥാനാർത്ഥിയായി ജയിലിൽ കിടപ്പുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നത് തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം നടത്താനുള്ള അവകാശം കെജ്രിവാളിന് കൊടുക്കാൻ വേണ്ടി ജാമ്യം കൊടുക്കുന്നു. അദ്ദേഹം സ്ഥാനാർത്ഥിയല്ല, മത്സരിക്കുന്നില്ല. സ്ഥാനാർത്ഥികൾ ജയിലിൽ കിടപ്പുണ്ട്. അദ്ദേഹത്തെ പോലെ തന്നെ മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറനും ജയിലിലാണ്. ഹേമന്ത് സോറനില്ലാത്ത ഒരു അവകാശമാണ് സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. തീർന്നില്ല. അദ്ദേഹത്തിൻ്റെ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിരിക്കുകയാണ്. ആ കേസുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ അദ്ദേഹം സംസാരിച്ചാൽ, കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളിൽ സംസാരിച്ചാൽ അത് സബ് ജുഡീസാണ്, സംസാരിക്കാൻ പാടില്ല. എന്നാൽ കെജ്രിവാളിന് സംസാരിക്കാം. ഇതെന്തൊരു വെള്ളരിക്ക പട്ടണമാണ്. നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥകളാകെ ഇതുവരെയുള്ള കീഴ്വഴക്കങ്ങളെയും പാരമ്പര്യങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് കോടതി അസാധാരണമായ ഒരു നിലപാടെടുക്കുന്നു. കോടതി രാഷ്ട്രീയക്കാരൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് എന്നും മാറുകയാണെങ്കിൽ, അവരുടെ ഇലക്ഷൻ്റെ താല്പര്യങ്ങൾ മാത്രം കണക്കിലെടുത്ത് നാട്ടിലുള്ള നിയമവാഴ്ചയെ മാനിക്കുന്നില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോകുന്നുള്ള ആശങ്ക കുറച്ചു പേരെങ്കിലും ഉണ്ടാക്കാൻ ഈ സുപ്രീം കോടതിയുടെ നടപടി വകവയ്ക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിനകത്ത് വലിയ ഒരു നൈതിക വിവാദം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ ഇല്ല കോടതിയിൽ ജാമ്യത്തിന് വേണ്ടി. അങ്ങനെ ഒരു അപേക്ഷയില്ലാതെ ജാമ്യം അനുവദിച്ചു കൊടുക്കുക. അദ്ദേഹത്തിൻ്റെ കേസ് 20-ാം തീയതി വരെ പരിഗണിക്കാനിരിക്കെ അതിനു മുമ്പ് ഇടക്കാല ജാമ്യം അനുവദിച്ചതിൻ്റെ ചേതോവികാരം അത് EDക്ക് ചോദ്യം ചെയ്യാം. തീർച്ചയായിട്ടും അവകാശമുണ്ട്. അല്ല, ഇനി ചോദ്യം ചെയ്യും. ഇന്ത്യയിലെ പരമോന്നത കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനപ്പുറത്ത് വേറെ വഴിയില്ല. ഇന്നലെ ED ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയും ചെയ്തിരുന്നു കോടതിയുടെ മുമ്പിൽ. ഇത് കെജ്രിവാളിനോട് കാണിച്ച ഒരു ലീനിയൻസി ആയിട്ട് വേണം കരുതാൻ. കോടതി കാണിച്ച ഒരു അനുകമ്പ. ഇലക്ഷൻ കാലത്ത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വേണ്ടി അല്ല, ഇനിയും ഭാവിയിൽ ചെയ്യാവുന്നത് ജയിലിൽ കിടക്കുന്നവർക്കൊക്കെ ജാമ്യം കിട്ടാനുള്ള എളുപ്പ വഴിയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ഒന്നെങ്കിൽ നോമിനേഷൻ കൊടുക്കുക. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല. സ്ഥാനാർത്ഥിയായിരിക്കുന്ന ആൾ ജയിലിൽ കിടപ്പുണ്ട്. സ്ഥാനാർത്ഥിയായിരിക്കുന്ന ആൾക്ക് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കാൻ ജാമ്യം കിട്ടാത്ത വ്യവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇപ്പോഴും ജയിലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ സ്ഥാനാർത്ഥിയല്ലാത്ത ഒരു നേതാവിന് പ്രചാരണം നടത്താൻ ജാമ്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ വീണ്ടും നമുക്ക് സംശയം വരുന്നു. നമ്മുടെ രാജ്യം ഒരു വെള്ളരിക്ക പട്ടണമായി മാറും. എല്ലാവർക്കും ഒരുപോലെ നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാകണമെന്നിരിക്കെ ഇത് ഒരു പക്ഷപാതിത്വം ഉണ്ടോ എന്നാരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ഈ കെജ്രിവാളിൻ്റെ കുറ്റം നമ്മൾ പുറമേ അറിഞ്ഞതിനേക്കാളൊക്കെ വളരെ വ്യാപകവും വലുതുമാണ്. എന്തെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ കുറ്റത്തെപ്പറ്റി പുറത്തറിഞ്ഞതിനേക്കാൾ അന്താരാഷ്ട്ര തലമാനങ്ങളുള്ള ചില കുറ്റകൃത്യങ്ങളിൽ അദ്ദേഹം അകപ്പെട്ടിട്ടുണ്ട്. മണി ലോണ്ടറിങ് പോലെയുള്ള കാര്യങ്ങൾ, ഇന്ത്യ വിരുദ്ധരിൽ നിന്ന് ധനസഹായം പറ്റിയതായിട്ടുള്ള ആരോപണങ്ങൾ, ഇങ്ങനെ അതീവ ഗുരുതരമായ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളുടെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു പ്രതി തിഹാർ ജയിലിൽ നിന്ന് ഇടക്കാല ജാമ്യവുമായി പുറത്തിറങ്ങിയാൽ ആ കേസുകളുടെയൊക്കെ ഭാവിയെ അത് ബാധിക്കാതിരിക്കില്ല. ഒന്ന്, അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പോയി പ്രസംഗിക്കുന്നോ തെരഞ്ഞെടുപ്പ് വേദികളിൽ തൻ്റെ അറസ്റ്റിൻ്റെ അർത്ഥശൂന്യതയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതല്ല അപകടം. ഇദ്ദേഹം ഇതിൻ്റെ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനുമുള്ള അവസരവും കൂടെ ഇതിന്
ലഭിക്കുകയാണ്. അല്ല, കോടതി ഇടക്കാല ജാമ്യം അനുവദിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു അദ്ദേഹം ഫയലുകളിൽ ഒപ്പുവെക്കരുത്, ഫയലുകളിൽ മുഖ്യമന്ത്രിയായിട്ട് ആക്ട് ചെയ്യരുത് എന്ന്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയുടെ അവസ്ഥ എന്താണ്? അതെ, അത് കോടതി ആശങ്കപ്പെടുന്നില്ല. അപ്പോൾ ഒരാൾ മുഖ്യമന്ത്രി വെറുതെ ഒരു ലേമാനെ പോലെ രാഷ്ട്രീയക്കാരുടെ വേദികളിൽ പങ്കെടുക്കുന്നു. മറ്റൊന്നുണ്ട്, ഇദ്ദേഹത്തിന്റെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ 1 വർഷത്തിലേറെയായി ജയിലിലാണ്. അദ്ദേഹത്തിനും രാഷ്ട്രീയ പ്രചാരണം നടത്താൻ അവകാശമുണ്ടല്ലോ. സുപ്രീം കോടതിക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചുകൂടെ? മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും തമ്മിലുള്ള അന്തരം എന്താ? അന്തരമുണ്ട്. കാരണം ഉപമുഖ്യമന്ത്രി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് അല്ല, അതല്ല. പക്ഷേ അദ്ദേഹം വ്യക്തി നിയമത്തിൻ്റെ മുമ്പിൽ എന്താ? അല്ല, നിയമത്തിൻ്റെ മുന്നിൽ മറ്റു പൗരന്മാർക്കില്ലാത്ത ഒരവകാശം സുപ്രീം കോടതിയുടെ ഈ ഡിവിഷൻ ബെഞ്ച് ഈ വിധിന്യായത്തിലൂടെ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഇത് ഇനി രാജ്യത്തെ നിയമമാണ്, പ്രാക്ടീസ് ആകാൻ പോവുകയാണ്. അതെ, ഒരു കീഴ്വഴക്കമായി വരും. അല്ല, ഒരാൾക്ക് വേണ്ടി മാത്രമായി ഒറ്റത്തവണത്തേക്ക് ഇത് തവണ കടം തീർപ്പാക്കലൊന്നുമല്ല. അപ്പോൾ രാജ്യത്തെ കോടതി എന്ന് പറയുന്നത് ഒരു കേസിൽ, ക്രിമിനൽ കേസിലെ പ്രതിയാണ്, രാഷ്ട്രീയ തടവുകാരനല്ല. ക്രിമിനൽ കേസിലെ പ്രതിക്ക് അദ്ദേഹം ജാമ്യാപേക്ഷ പോലും കൊടുക്കാതെ കോടതിക്ക് അധികാരങ്ങളുണ്ട്. ഇത്തരം ഒരു ഹർജി ഫയൽ ചെയ്യുമ്പോൾ നമ്മുടെ പ്രയറിന് പുറമെ കോടതിക്ക് യുക്തമെന്ന് തോന്നുന്ന മറ്റധികാരങ്ങൾ, മറ്റ് ഉത്തരവുകൾ പുറപ്പെടുവിക്കാനും കൂടെ അവകാശമുണ്ട്. അപ്പോൾ ജാമ്യം അനുവദിക്കാൻ ജാമ്യാപേക്ഷ ഇല്ലെങ്കിലും സാങ്കേതികമായി വേണമെങ്കിൽ കോടതിക്ക് കഴിയും. പക്ഷേ മറ്റ് പൗരന്മാർക്കില്ലാത്ത ഒരു അവകാശവും അധികാരവും എങ്ങനെയാണ് സുപ്രീം കോടതി ഈ കേസിലെ പ്രതിയായ അരവിന്ദ് കെജ്രിവാളിന് കൽപ്പിച്ചു കൊടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ബാക്കിയുണ്ട്. അപ്പോൾ ഇടക്കാല ജാമ്യ ഉത്തരവിൻ്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഒരുപക്ഷെ കോടതി അതിൽ പറയുന്നുണ്ടായിരിക്കാം. എന്നാൽ പോലും നമ്മുടെ രാജ്യത്ത് അസാധാരണമാണ്, കേട്ടുകഴിവില്ലാത്തതാണ്. സാറ് മാധ്യമ പ്രവർത്തനമായിരുന്നു, ഞാനും മാധ്യമപ്രവർത്തനം ചെയ്തിട്ടുണ്ട്. നമ്മുടെയൊക്കെ അനുഭവത്തിൽ നമ്മൾ കേട്ടിട്ടില്ല, ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിലും കേട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അസാധാരണമായ ഒരു വിധി വരുമ്പോൾ അതിനെ നിശിതമായി വിമർശിക്കാനും ഫെയർ ക്രിറ്റിസിസം നടത്താൻ ഇന്ത്യയിലെ ഓരോ പൗരനും അവകാശമുണ്ട്. വിധിന്യായത്തെ ചോദ്യം ചെയ്യാനും വിമർശിക്കാനും അവകാശമൊക്കെ ഉണ്ട്. പക്ഷേ കോടതി ഇതിന് പറയുന്ന ന്യായങ്ങളും അത് 2-ാം തീയതി അദ്ദേഹം തിരിച്ചു വരണം എന്ന് പറയുന്നതും, അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഈ 20 ദിവസം 21 ദിവസം അദ്ദേഹത്തിന് അനുവദിച്ചിരിക്കുന്നു. 3 ആഴ്ച അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമോ ഇഷ്ടമുള്ള പ്രവർത്തനമോ നടത്താം. അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു? അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഒപ്പിടണമോ? ബെയിൽ ആപ്ലിക്കേഷനിൽ ബെയിൽ ഓർഡറിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവാം. അതെ, ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്രയും റിലാക്സ്ഡായി ഈ കോടതി ജാമ്യം അനുവദിച്ച് കരുണ വായ്പ കാട്ടിയ കോടതി ചിലപ്പോൾ ഒരുപക്ഷെ അത്തരം കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അതെ, ഇളവ് കൊടുത്തിട്ടുണ്ടോ എന്തോന്നും അറിയില്ലല്ലോ. പക്ഷേ ഈ കാര്യത്തിലുള്ള കണ്ടീഷൻസ് പുറത്തു വന്നിട്ടില്ല. എങ്കിലും ഒറ്റ നോട്ടത്തിൽ ഈ ബെയിൽ അദ്ദേഹത്തിന് കിട്ടിയത് ഞെട്ടിക്കുന്ന വാർത്തയാണ്. രാഷ്ട്രീയമായി അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ അദ്ദേഹത്തിൻ്റെ മുന്നണിക്കോ ആഘോഷിക്കാൻ വകയുണ്ടെങ്കിലും നമ്മുടെ നിയമവാഴ്ചയുടെ ചരിത്രത്തിൽ കേട്ടുകഴിവിയില്ലാത്ത അസാധാരണമായ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു വിധിയാണ്. ഇത് നിയമവാഴ്ചയെ സഹായിക്കുന്ന ഒരു വിധിയല്ല. കാരണം മാത്രമല്ല, ഈ കെജ്രിവാളിൻ്റെ അറസ്റ്റ് പണ്ടേ ഒഴിവായി പോകുമായിരുന്നു. അദ്ദേഹത്തിന് 6 മാസം മുമ്പ് മുതൽ ED നോട്ടീസ് അയച്ചു തുടങ്ങിയതാണ്. അതിലൊന്നും പോവാതെ നിന്ന് അവസാന നിമിഷമാണ് അറസ്റ്റിലേക്ക് വരുന്നത്. നാട്ടിലെ നിയമം അനുസരിക്കാൻ ഈ നാട്ടിലൊരു മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല എന്നതിൻ്റെ ദുരന്തം കൂടിയാണ് കെജ്രിവാളിൻ്റെ തെരഞ്ഞെടുപ്പ് കാലത്ത് അറസ്റ്റിലെത്തിയത്. അദ്ദേഹത്തെ കോടതി ഓർമ്മിപ്പിക്കേണ്ടത് അതൊക്കെയായിരുന്നു. ഭരണഘടനയെ ബഹുമാനിക്കുക, ഇവിടുത്തെ വ്യവസ്ഥകളെയും നീതിന്യായ സംവിധാനങ്ങളെയും മാനിക്കുക, സമൻസിന് മറുപടി റെസ്പോണ്ട് ചെയ്യുക. ഈ ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹം തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന വീഴ്ചകളൊന്നും മാനിക്കുകയോ കാണുകയോ ചെയ്യാതെയാണ് കോടതി അദ്ദേഹത്തിന് ഇപ്പോൾ ഉദാരപൂർവ്വം ജാമ്യം കൊടുത്തിരിക്കുന്നത്. അത് ഈ കോടതി ഒരു പക്ഷേ നമ്മുടെ രാജ്യത്ത് നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ കോടതി പരോക്ഷമായി ഇടപെടുന്നത് പോലെയാണ് എന്ന് ആർക്കെങ്കിലും തോന്നിപ്പോയാൽ കുറ്റം പറയാൻ കഴിയില്ല. ഒരു പക്ഷപാതിത്വം അതിനകത്തുണ്ട്, നിശ്ചയമായിട്ടുണ്ട്. കാരണം ED പറഞ്ഞു, ED ഇന്നലെ ചോദിച്ചു. കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നതുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകന് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുക എന്നുള്ളത് അയാളുടെ മൗലിക അവകാശമൊന്നുമല്ല. അയാൾ നാട്ടിലെ ക്രിമിനൽ നിയമപ്രകാരം ശിക്ഷയുടെ ഭാഗമായി, വിചാരണയുടെ ഭാഗമായി തടവിൽ കഴിയുന്ന ഒരാളാണ്. അയാൾക്ക് ക്യാമ്പയിൻ നടത്തണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ എത്രയോ AK ഗോപാലിനൊക്കെ ജയിലിൽ കിടന്ന ഇലക്ഷനിൽ മത്സരിച്ചിട്ടുള്ളത്. കേരളത്തിൽ എത്രയോ പേർ. അപ്പോൾ ഇതൊക്കെ അസാധാരണമാണ്. ഇതിനെയൊക്കെ നമ്മുടെ കോടതി കാണിച്ച ഇതിനെ ജനാധിപത്യത്തിൻ്റെ വിജയം എന്നൊക്കെ കുട്ടിഘോഷിക്കുന്നവർ നമ്മുടെ നിയമവാഴ്ചയുടെ പരാജയം കൂടി ആഘോഷിക്കുകയാണ്. ഒരുപക്ഷെ നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കാം കോടതി ഇതിന് ന്യായങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കാത്തിരിക്കാം. പക്ഷേ പ്രഥമ ദൃഷ്ട്യാ ഇത്
ഒട്ടും ഗുണപരമായ ഒരു നടപടിയായിട്ട് തോന്നുന്നില്ല. ഇ ഡി ഇന്നലെ പറയുണ്ടായി, അങ്ങനെയുണ്ടെങ്കിൽ വിളവെടുപ്പ് കാലത്ത് ജയിലിൽ കിടക്കുന്ന കൃഷിക്കാർക്ക് ജാമ്യം കൊടുക്കണമെന്ന്. അതെ അതെ, അത് ഇതിനേക്കാളും മാന്യതയാണ്. അതെ, അത് ഫുഡ് പ്രൊഡക്ഷനിൽ ഏർപ്പെടുന്നവർ. അതെ, ഈ കേസിൽ അറസ്റ്റിലായി ജയിലിലെത്തിയതിനു ശേഷം കെജ്രിവാൾ എന്തെല്ലാം നാടകങ്ങൾ നടത്തിയത്. ഷുഗർ ലെവൽ കൂട്ടാൻ വേണ്ടി മാങ്ങ കഴിക്കുന്നു, അതെ 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 അതെ, എങ്ങനെയെങ്കിലുമൊക്കെ ജയിലിൽ നിന്ന് പോരുന്നു, ഒപ്പം മറ്റേ സർക്കാരിൻ്റെ ഫയലുകൾ ഒപ്പിടുന്നതായി ചില വ്യാജ രേഖകൾ ഉണ്ടാക്കി വിടുന്നു. അങ്ങനെ മൊത്തം ഈ സിസ്റ്റത്തെ ആകെ അപഹസിക്കുന്ന, കളിയാക്കുന്ന തരത്തിലുള്ള കുൽസിത വൃത്തികളാണ് അറസ്റ്റിലായി ജയിലിലെത്തിയതിനു ശേഷവും കെജ്രിവാൾ ചെയ്തത്. ഇതൊന്നും കോടതി കാണുന്നില്ല. അതെ അതെ, നിയമത്തിന് കണ്ണ് മാത്രമല്ല, ഇപ്പോൾ കാതും കേട്ടുകൂടാ എന്ന് തോന്നുന്നു. അല്ല, കോടതി ഇദ്ദേഹത്തിൻ്റെ കുറ്റകൃത്യങ്ങളുടെ ഒരു വിപുല സ്വഭാവം ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവില്ലേ? അതറിയാതെ ആയിരിക്കുമോ കോടതി ഇതൊക്കെ? അല്ല, ഇ ഡിയും അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയും വളരെ ദീർഘമായ വാദം നടത്തുകയും സത്യവാങ്മൂലങ്ങൾ ഫയൽ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റി എടുത്ത് കളഞ്ഞിട്ടാണ് കോടതി സ്വമേധയാ കോടതിയുടെ ഇച്ഛയ്ക്കനുസരിച്ച് 20 ദിവസത്തേക്ക് പുറത്തുപോയി തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ നടത്തി തിരിച്ചു വായെന്ന് അനുഗ്രഹിച്ച് ആശീർവദിച്ച് വിടുന്നത് പോലെ ഒരു ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ കെജ്രിവാളിനെതിരെയുള്ള കേസുകൾ തീർന്നിട്ടില്ല. ഖാലിസ്ഥാൻ തീവ്രവാദി സംഘടനയുടെ പക്കൽ നിന്ന് 136 കോടി രൂപ വാങ്ങിയതിൻ്റെ പേരിൽ NIA ഒരു കേസുണ്ട്. ദില്ലി അഴിമതി കേസുമായി ബന്ധപ്പെട്ട് തന്നെ CBI ഒരു കേസിലും FIR ഇട്ടിട്ടുണ്ട്. അദ്ദേഹം വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഇതിനിടയിൽ തന്നെ വേണേ സംഭവിച്ചേക്കാം. ജാമ്യ വേളയിൽ തന്നെ വീണ്ടും അറസ്റ്റ് ചെയ്ത് വീണ്ടും റിമാൻഡ് ചെയ്യപ്പെടാം. പക്ഷേ ഏതായാലും ഒരുപക്ഷെ അപ്പോഴും ജാമ്യാപേക്ഷയൊക്കെ കറങ്ങി തിരിഞ്ഞ് ഇതേ കോടതികളിലേക്ക് എത്താം. അത് തീർച്ചയാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഓരോ കുറ്റവാളിയുടെയും ഉള്ളിൽ ഞാനൊരു അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നെങ്കിൽ എന്നുള്ള തോന്നൽ ജനിപ്പിക്കാൻ സുപ്രീം കോടതിയുടെ വിധി ഇടയാക്കുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ചെറിയ കുറ്റം ചെയ്തവർക്ക് ജാമ്യം കിട്ടാതെ അകത്ത് കിടക്കും. അതെ അതെ അതെ, അവർക്കൊക്കെ കെജ്രിവാൾ ഒരു മാതൃകയാക്കി അവതരിപ്പിക്കാവുന്നതാണ്. എൻ്റെ പേര് കെജ്രിവാൾ എന്ന് മാറ്റാമെന്ന് ഒരുപക്ഷെ പ്രതികൾ ആഗ്രഹിക്കുമായിരിക്കും. അങ്ങനെ എവരി വാൾ കെജ്രിവാൾ. അതെ അതെ, എവരി വാൾ കെജ്രിവാൾ. ഏതായാലും നിർഭാഗ്യകരമായ, അസാധാരണപരമായ, ഞെട്ടിക്കുന്നൊരു വിധിയാണ്. അതിൻ്റെ വിശദാംശങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഒരുപക്ഷെ നമ്മൾ പറഞ്ഞതിൽ വ്യത്യസ്തമായി കോടതി മറ്റു കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് പരിശോധിച്ച് നമുക്ക് ഒരിക്കൽ കൂടി അത് പ്രേക്ഷകരിലേക്ക്, ജനങ്ങളിലേക്ക് എത്തിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.